അപ്പോൾ ഡേ 3 എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വർക്ക് ഊർജ്ജമായിട്ട് നടക്കുന്നുണ്ട്. നല്ല തണുപ്പൊക്കെയാണ് ഇവിടെ, പക്ഷേ അതെല്ലാം വകവെക്കാതെ നമ്മുടെ യുവാക്കളും യുവതികളും ഒക്കെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ഡേ 3 എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മലകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കാർഡ്ബോർഡുകളൊക്കെ വെച്ച് കുറച്ച് ഹൗസുകളൊക്കെ പണിതിട്ടുണ്ട്. ഇതിനും നമുക്ക് കുറച്ചുകൂടി വിശേഷങ്ങൾ നമുക്ക് അമ്മനോട് ചോദിക്കാം. അമലൊന്ന് പറയോ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സോ നമ്മുടെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഒരു മല പോലെ ഒരു കൺസ്ട്രക്ട് ചെയ്യാൻ പോകാം. അപ്പോൾ അതിലായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ക്ലോത്ത് നമ്മൾ POP മിക്സ് ചെയ്തിട്ട് അത് സ്റ്റിഫ്നെസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആദ്യം കിടന്ന് ഇനീഷ്യലി നമ്മൾ വർക്ക് ചെയ്യും. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഒരു മലയുടെ ഒരു കോൺസെപ്റ്റാണ്. എന്നിട്ട് യു കെൻ സി അവിടെ കുറേ വീടുണ്ട്, അത് നമ്മൾ POP കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് അത് നല്ല ഒരു സ്ട്രോങ് സ്ട്രക്ചറായിട്ട് വരും. സോ ഇത് ഫിനിഷ് ആകുമ്പോൾ ലാസ്റ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് നമുക്കൊരു മൗണ്ടൻ ഒരു ടച്ച് നമ്മൾ കൊണ്ടുവരും. പിന്നെ അതിൽ ഈ ഒരു ഭാഗം നമ്മൾ ക്രിബ് വരും. ആ ക്രിബിയുടെ വർക്കാണ് ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ക്രിബ് ചെയ്യുന്നതാണ്. നമ്മുടെ പുൽക്കൂട് എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് നമ്മൾ ഇന്നത്തെ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ഡേ 2 നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മൾ ക്രിബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുൽക്കൂട് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതെന്താ എന്ന് പറയാമോ സഞ്ജോ? ഇതാണ് ഞങ്ങളുടെ ക്രിബിന്റെ ബേസ് ആയിട്ട് തന്നെ. അപ്പൊ ഇതിന്റെ താഴെ ഞങ്ങൾ ക്രിബിന്റെ സ്റ്റാൻഡ് പണിയാണ്. ഹാമർ അടിച്ച് കയറ്റിയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി അങ്ങനെ 4 സെല്ലും വരും. അന്ന് അതിന്റെ മേളിൽ നമ്മൾ കാർഡ്ബോർഡ് വെച്ച് അപ്പൊ ക്രിബ് ഏകദേശമായി ഒരു സിമ്പിൾ ക്രിബ്, ആദ്യം പറഞ്ഞ പോലെ സിമ്പിൾ ക്രിബ് ആയി. അത് ഇതിന്റെ പുറത്ത് നമ്മള് വൈക്കോലൊക്കെ ഇട്ട് ആ ഒരു ഓൾഡൻ ഡേയ്സിന്റെ ഒരു തൊഴുത്തിന്റെ ഒരു ഫീൽ കൊണ്ടുവരാൻ പോയത്. അതിന്റെ മേജർ വർക്കാണ് ഇപ്പൊ നടക്കുന്നത്. കെവിൻ എന്നാ ചെയ്യുന്നത് ഇവിടെ? ഹാമർ അടിക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവിടെ എന്താണ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് കെവിനോട് തന്നെ ചോദിക്കാം. കെവിൻ, ഇത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു യൂണിക് ആയിട്ടൊരു ട്രീ ഉണ്ടാക്കാൻ പോവാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇതിൻ്റെ ബേസ് ഉണ്ടായിരുന്നു. നമ്മൾ പഴയതായിട്ട് ഒരു തീരുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് റീയൂസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തുള്ള ബ്രോക്കൺ പീസസ് എല്ലാം നമ്മൾ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈൻഡിങ് വയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബൈൻഡിങ് വയർ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ക്രീപ്പേഴ്സ് ഒക്കെ ഇട്ട് അതിൻ്റെ നടുക്ക് ലൈറ്റ്സ് ഒക്കെ ഇട്ട് എല്ലാം ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് പ്ലാന്. അപ്പോൾ ഇത് നമ്മളൊരു ട്രീ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്ലാനിങ് ആണ്. ഒരു ട്രീ ആയിട്ട് ഇത് മാറുമെന്നാണ് ഇവർ പറയുന്നത്. യെസ്, നമുക്ക് നോക്കാം അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് ഇവിടെ എന്തോ അവർ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. നമുക്ക് നോക്കിയാലോ എന്താണ് അവർ ചെയ്യുന്നത്. ഹലോ, ഇതെന്താ പരിപാടി? വ്യത്യസ്തമായിട്ടിരിക്കുകയാണല്ലോ. ഇതെന്താ ഇത്? ക്രിബിന്റെ ഇടയ്ക്ക് വെക്കാൻ വേണ്ടി ഓക്കെ, പാം ട്രീസ് ഉണ്ടാക്കുക. ആഹാ, സോ ഇത് കംപ്ലീറ്റ് ആയാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. യെസ്. അപ്പോൾ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാം. യെസ്. ഇതെന്താണ് ഇത്? ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കും അല്ലേ? അതേന്ന് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് സിസർ വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ഇലകളാക്കി എടുത്തു. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും ഒട്ടിച്ച് വെക്കും അല്ലേ? ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കംപ്ലീറ്റ് ആവാത്ത വർക്ക്. ഓക്കെ, യെസ്. ഇവിടെ നമുക്ക് കുറച്ച് ഹൗസുകളൊക്കെ ഇവിടെ പണിതിട്ടുണ്ട്. യെസ്, പറയൂ. യെസ്, ഇവിടെ എല്ലാ സൈസസ് ഓഫ് ഹൗസസ് ആണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആൻഡ് ഇത് ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് ബ്രിക്സ് ഉണ്ടാക്കിയത്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിന് പെയിന്റ് അടിച്ച് സെറ്റാക്കി എടുക്കുമ്പോഴാണ് അതിന്റെ റിയൽ ബ്യൂട്ടി. ഓൾ സൈസസ് ഓഫ് ഹൗസ് ഉണ്ട്. ഓക്കെ, ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അടിപൊളി, അടിപൊളി. അപ്പൊ കണ്ടിന്യൂ. കെവിനെ എന്താണ് ഇവിടെ? Yes, Acha. We finished all the hammering and nailing work. Yes. So our base is complete for the crib. So now on top of this, we will do something. We'll put some hay and everything. With the mold is the setup. Okay. With this will be the entire crib structure. Okay. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഏകദേശം നമ്മുടെ പുൽക്കൂടിന്റെ ഏകദേശം രൂപം വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അല്ലേ, ഇത് ആയുധം വെച്ചുള്ള കളിയാണല്ലോ. ഇതന്നെ പരിപാടി ഇവിടെ. ഇപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഈ ബൈൻഡിങ് വയറൊക്കെ വെച്ച് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയുള്ള കറക്റ്റ് മെഷർമെന്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അവര് ഇപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പൊ പണി വേഗം തീരും. ഓക്കെ, ഞാനൊരു വേറൊരാളെ പരിചയപ്പെടുത്താം. ഇത് അരുൺ. നമ്മുടെ പാരീഷണർ അല്ല, പക്ഷേ കുർബാനയ്ക്കും മറ്റു പരിപാടികളൊക്കെ ഈ പള്ളിയിലാണ് ഇവൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവന് ഈ ക്രിബ് വർക്കൊക്കെ കണ്ടിട്ട് അവന് ആഗ്രഹം തോന്നി.
അപ്പം അവൻ സഹായിക്കാനായിട്ട് വന്നേക്കാണ്. അപ്പം നമുക്ക് അവനോട് ചോദിക്കാം, നിന്റെ അഭിപ്രായം എന്താണ് ഞങ്ങളുടെ ക്രിബ്? അടിപൊളിയാണ്, എല്ലാവരും നല്ല സഹകരണമുണ്ട്. പിന്നെ നമ്മളെ അച്ഛൻ്റെ സപ്പോർട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും സോ ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഡേ 3 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഓക്കെ, ബൈ, ടേക്ക് കെയർ.